ഹലോ ഗായ്സ്, അങ്ങനെ നമ്മുടെ തോട്ടത്തിലെ മാങ്ങകളൊക്കെ ഇതാ കണ്ണി മാങ്ങകളായിട്ടുണ്ട്. എല്ലാം പൂത്തു തുടങ്ങിയിട്ടുണ്ട്, കായകളൊക്കെ വന്നു തുടങ്ങി. ഇനിയൊക്കെ ഈ സീസണൊക്കെ ഈ മാങ്ങയുടെ സീസണാണ്. പച്ചക്കറിയുടെ സീസണൊക്കെ ഏകദേശമൊക്കെ കഴിഞ്ഞു. കണ്ടില്ലേ, ഇവിടെയൊക്കെ അതാ എല്ലാം മാങ്ങയുടെ കൃഷിയാണ്. കണ്ടില്ലേ, ഒക്കെ അതാ കായ് വന്നു തുടങ്ങി. ചെറിയ ചെറിയ തൈകൾ വരെ പൂത്തു തുടങ്ങി. കണ്ടില്ലേ, അതാണ്ട ഭയങ്കര ചൂടാണ്. നല്ല വേണ്ട കായ് വരെ മാങ്ങകളെല്ലാം പൂത്തു തുടങ്ങി. ഇത് മാങ്ങ കൃഷിയാണ്. കണ്ടില്ലേ, ഇതൊക്കെ ചൂട് തുടങ്ങുമ്പോഴാണ് ഇവിടുത്തെ എല്ലാ മാങ്ങ അതായത് സീസൺ ആവുന്നത്. ഇതൊക്കെ കൃഷികളാണ്. കണ്ടില്ലേ, നമ്മുടെ ബർബറിയൊക്കെ ഏകദേശമായി. ഇതൊക്കെ എല്ലാം ആയിട്ടുണ്ട്. ഇതില്ലേ സൂപ്പറായിരിക്കുന്നു. സൂപ്പർ, നല്ല മധുരം. ഇതില്ലേ, ഇതൊക്കെ ഏകദേശമൊക്കെ ആയതാണ് കേട്ടോ. ഒക്കെ പഴുത്ത് നിൽക്കുകയാണ്. കണ്ടില്ലേ, ഒക്കെ പഴുത്തിരിക്കുകയാണ്. പിന്നെ നമ്മുടെ പഴയ കൃഷിത്തോട്ടം കണ്ടില്ലേ, തക്കാളികളൊക്കെ ഏകദേശമൊക്കെ ചൂടായപ്പോഴെല്ലാം വാടി ഏകദേശമൊക്കെ പോയി. കുറേയൊക്കെ പച്ച അടപ്പുണ്ട്. ഇനി ഒറ്റയും തെറ്റൊക്കെ കിട്ടേ ഉള്ളൂ, ബാക്കിയൊക്കെ വെയിലത്ത് വാടിപ്പോവും. ക്ലൈമറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചൂട് സമയത്ത് ഈ പച്ചക്കറിയൊക്കെ അങ്ങ് വാടും. പിന്നെ അടുത്തുള്ള മാങ്കോടെയാണ്. ഇല്ലേ, ഇതാണ് നമ്മുടെ കൃഷിത്തോട്ടം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക. കണ്ടില്ലേ, സ്ട്രോബെറി അല്ല, ഇത് ബർബറിയാണ്, സോറി. കണ്ടില്ലേ, ഇതൊക്കെ നല്ല പഴുത്തതാണ്, നല്ല മധുരമാണ് കഴിക്കാൻ. ഇത് അത്തിപ്പഴമാണ് കേട്ടോ, അത്തിപ്പഴത്തിൻ്റെ ചെടിയാണ്. അത്തിപ്പഴമൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, ഇത്ര തന്നെ നമ്മുടെ വീട്ടിൻ്റെ ബാക്കിലത്തെ സൈഡ് കൃഷിയുടെ, അതായത് നമ്മുടെ കൃഷികളൊക്കെ നടന്ന സ്ഥലമാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ പച്ചക്കറിയൊക്കെ നമ്മൾ നടന്നത്. ബാക്കിയൊന്നും സ്ഥലങ്ങളൊക്കെ വീടും കെട്ടിടങ്ങളൊക്കെ ആണ്, റൂമും കാര്യം. ഈ സൈഡ് മാത്രമേ ഉള്ളൂ നമ്മൾ കൃഷിയായിട്ടുള്ളത്. കണ്ടില്ലേ, കിളി കൊത്തായിരിക്കാൻ വേണ്ടി സീഡികളൊക്കെ വാരി കെട്ടിയിട്ടൊക്കെയാണ്. അല്ലെങ്കിൽ എന്തെന്നറിയാം, കിളികളൊക്കെ വന്ന് തക്കാളിയും ഈ മാങ്കോയുടെ പൂവൊക്കെ കൊണ്ടുപോകും. അതുകൊണ്ട് ഇങ്ങനെ കെട്ടിയിട്ടേക്കാണ്. കൊള്ളാമല്ലോ, ഉഷാറായില്ലേ. ഇതാണ് നമ്മളവിടുത്തെ കൃഷിത്തോട്ടം.